புறப்பட்டு வந்தோம். கானனபாதை வழி நடந்தாண்டு வந்தது. பெரிய பாதை வழியாக வந்துட்டு இங்கே வந்து சாமி தரிசனத்துக்கு பம்பையில் நேற்று சாயங்காலம் 6:30 மணிக்கு ஸ்டார்ட் பண்ணோம். அப்புறம் மேலே ஏறி வரும்போது இப்போ சபரிபீடத்துக்கிட்ட லாக் பண்ணிட்டாங்க. അരുൺ, ഈ കാനനപാത വഴി വരുന്ന ഭക്തരുടെ എണ്ണം കൂടുന്നുണ്ട്. ഇന്നലെ നാം കണക്കെടുത്തപ്പോൾ 12,000-ലധികം പേരാണ് കാനനപാത വഴി, അതായത് എരുമേലിയിൽ നിന്ന് കാനനപാത വഴി പമ്പയിലെത്തി സന്നിധാനത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ 12,000 പേർ എന്ന് പറയുമ്പോൾ ഇന്നലെ വന്ന 90,000-ലധികം തീർത്ഥാടകരുടെ 40% വരും. അതൊരു വലിയ കണക്ക് തന്നെയാണ്. അപ്പോൾ പോലീസും പറയുന്നത് പലപ്പോഴും 4 മുതൽ 5 മണിക്കൂർ വരെ വൈകിയാണ്. എന്നിട്ട് പറയൂ, ഒന്നുമില്ല, അത്ര തന്നെ. ഇനി നിങ്ങൾ പറയൂ. ഒന്നുമില്ല. വൈകി ഭക്തരെത്തുന്നു. അതുകൊണ്ടൊരു വലിയ ഭക്തജനക്കൂട്ടം തന്നെ സന്നിധാനത്ത് എത്തുന്നുണ്ട്. പക്ഷേ മാലയിട്ട് ഇരുമുടിക്കെട്ടുമായി വരുന്ന ഒരു ഭക്തരെയും അല്പം വൈകി എന്നതുകൊണ്ട് മാത്രം പമ്പയിൽ നിന്നും തിരിച്ചയക്കുന്നില്ല. പോലീസ് എല്ലാവരെയും മല ചവിട്ടാൻ അനുവദിക്കുന്നുണ്ട്. ഇന്നും ഒരു പക്ഷേ 1,00,000-ലധികം തീർത്ഥാടകർ സന്നിധാനത്തേക്ക് എത്തിയേക്കാം. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് രാവിലെ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇപ്പോൾ നമുക്ക് ശ്രീകോവിലിന് സമീപമുള്ള തിരക്ക് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് കുട്ടികൾക്കും സ്ത്രീകൾക്കുമൊക്കെ പ്രത്യേക സൗകര്യം, ഞാനിപ്പോൾ നിൽക്കുന്ന ഭാഗത്തു കൂടിയാണ് കുട്ടികളും മുതിർന്ന ആളുകൾക്കുമൊക്കെ ദർശനത്തിന് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. അവർക്ക് ഈ കാണുന്ന വഴിയിൽ കൂടി നേരിട്ട് ഈ ക്യൂവിൽ പ്രവേശിക്കാവുന്നതാണ്. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഏതായാലും ദേവസ്വം ബോർഡ് ഒരുക്കിയിട്ടുണ്ട്. ഏതായാലും മകരവിളക്കിന് ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി മാത്രമേ ഉള്ളൂ. നേരത്തെ ഒരു ഭക്തൻ പറഞ്ഞതുപോലെ പലപ്പോഴും പല ആളുകളും ഭക്തർ ഇവിടെ വന്നിട്ട് അവർ ദിവസങ്ങളോളം തങ്ങുന്ന ഒരവസ്ഥ കൂടിയുണ്ട്. കാരണം അവരെ സംബന്ധിച്ച് ശബരിമല എന്നുള്ളത് അവർക്ക് ഭക്തിസാന്ദ്രമായിട്ടുള്ള ഒന്നുതന്നെ. എത്ര സമയം ഇവിടെ നിൽക്കാൻ പറ്റുമോ അത്രയും സമയം ഇവിടെ നിൽക്കണമെന്നാണ് ഓരോ ഭക്തനും ആഗ്രഹിക്കുന്നത്. പോലീസും ഏതായാലും തിരക്ക് നിയന്ത്രിക്കുന്നതിൽ വളരെ കാര്യമായി തന്നെ ഇടപെടുന്നുണ്ട്. ഭക്തർക്ക് ഒരു കുറവും വരാത്ത രീതിയിൽ ഏതായാലും മകരവിളക്ക് തീർത്ഥാടന കാലം പുരോഗമിക്കുകയാണ്. ആരും പിഞ്ചുകുഞ്ഞ് ഒരു 5 വയസ്സുണ്ട്. ആ കുട്ടി മൂത്രമൊഴിച്ചെന്ന് ആരോപിച്ച് ആ കുട്ടിയെ കയറി തല്ലി ഒരു രണ്ടാനമ്മ. ഇപ്പോൾ രണ്ടാനമ്മ പോലീസ് പിടിയിലായി എന്ന് തോന്നുന്നു. പാലക്കാട് നിന്നാണ് ഈ വാർത്ത. ഞാൻ ഐഷത്തുൽ ശമനം ഒന്ന് റെഡിയായി കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ആ വാർത്തയുടെ വിശദാംശങ്ങൾ പറയാം. കുഞ്ഞുമോൾ ജോസഫ് ഒരു കമൻ്റ് ഇട്ടിരിക്കുന്നു. സ്വന്തം നാട്ടിൽ നിന്ന് മാറി വേറൊരു സംസ്ഥാനത്ത് ജോലി ചെയ്യുന്ന ഞങ്ങളെ എന്ത് പറയും? SKN, ഞാനും പ്രവാസിയല്ലേ. അന്യ സംസ്ഥാന പ്രവാസി എന്ന് പറയും, കുഴപ്പമുണ്ടോ? ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 47 മിനിറ്റും 38 സെക്കൻഡും. സംസ്ഥാനത്ത് വ്യാജ ട്രേഡിംഗ് ആപ്പ്, വെർച്വൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള സൈബർ തട്ടിപ്പുകൾ വ്യാപകമാകുന്നു എന്ന വാർത്ത. ട്രേഡിംഗ് ആപ്പ് തട്ടിപ്പിൽ ഒരാഴ്ചക്കിടെ എറണാകുളം സ്വദേശികൾക്ക് 3 കോടിയോളം രൂപ നഷ്ടമായി. എൻ്റെ അമ്മോ, ഇതിനൊരു എൻഡ് ഉണ്ടാകില്ല ഫോർ ഷുവർ. ബിക്കോസ് ഇന്റർനെറ്റിന്റെ യൂസ് ഭയങ്കരമായിട്ട് കൂടുകയാണ്, ഡിജിറ്റൽ കൺസംഷൻസ് കൂടുകയാണ്. പണ്ട് നമുക്ക് പറയാൻ പറ്റും പ്രായമായവർക്ക് സ്മാർട്ട് ഫോണിലേക്ക് ആക്സസ് ഇല്ല, അതുകൊണ്ട് അവരിൽ സംഭവിക്കില്ല എന്നുള്ളത്. പക്ഷേ